ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ ഇല്ല മലയാളത്തിന്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് സ്വാഗതം. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന പോലെ തന്നെ ALPയുടെ റിസൾട്ട് വന്നിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ കാണുന്ന PDF എന്ന് പറയുന്നത് നമ്മുടെ ട്രിവാൻഡ്രം RRBയുടെ ALPയുടെ റിസൾട്ടിന്റെ PDF ആണ്. നിങ്ങൾക്ക് സൈറ്റിൽ ലഭ്യമാണ്. നമ്മളിപ്പോൾ RRBയുടെ സൈറ്റിൽ എടുത്ത് നോക്കി ലഭ്യമാണ്. എല്ലാവരും കൂടെ കയറി ചെല്ലുമ്പോൾ ചിലപ്പോൾ ഒന്ന് ഹാങ് ആവാനുള്ള സാധ്യതയുണ്ട്. ആ ലിസ്റ്റ് ഇതിനകത്ത് ലഭ്യമാണ്. ഇപ്പോൾ സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് വ്യക്തമായിട്ട് അവർ റോൾ നമ്പർ വിധം കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ 15 ഡിജിറ്റുള്ള റോൾ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലിസ്റ്റ് കിട്ടും. ആൻഡ് അതിന്റെ താഴെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം എത്രയാണ്. 2941 പേരുടെ ലിസ്റ്റാണ് RRB പുറത്ത് വിട്ടിട്ടുള്ളത്. 2941 പേരുടെ ലിസ്റ്റാണ് ഇപ്പം ഈ ലിസ്റ്റിനകത്ത് പുറത്ത് വിട്ടിട്ടുള്ളത്. ആൻഡ് RRBയുടെ കട്ട് ഓഫ്, ട്രിവാൻഡ്രത്തെ കട്ട് ഓഫ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 48 ജനറൽ കട്ട് ഓഫ് എന്ന് പറയുന്നത്. SC കട്ട് ഓഫ് എന്ന് പറയുന്നത് 30 ST കട്ട് ഓഫ് എന്ന് പറയുന്നത് 31 OBC കട്ട് ഓഫ് എന്ന് പറയുന്നത് 48 EWS കട്ട് ഓഫ് എന്ന് പറയുന്നത് 40 ഇത് ട്രിവാൻഡ്രത്തെ കട്ട് ഓഫ് ആണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ട്രിവാൻഡ്രം RRBയുടെ കട്ട് ഓഫ് ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. 48.9 മാർക്ക് മാത്രമാണ് നോർമലൈസ്ഡ് കട്ട് ഓഫ് ALPയുടെ. അപ്പോൾ അത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. RRB ട്രിവാൻഡ്രത്തിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. എല്ലാ സൈറ്റുകളും 21 RRBയുടെ സൈറ്റുകളിലും അതാത് RRBകളുടെ റിസൾട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ലഭ്യമാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇനി ഈ കാണുന്ന ഏതാണ്? ഈ കാണുന്നത് ചെന്നൈ RRBയുടെ റിസൾട്ട് ആണ്. ചെന്നൈ RRBയുടെ റിസൾട്ട് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 15 നിങ്ങളുടെ റോൾ നമ്പർ അടിച്ച് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അതിനകത്ത് ചെന്നൈ RRBയിൽ 6315 പേരെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ട്രിവാൻഡ്രം RRBയിൽ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ആൾക്കാരുടെ നമ്പർ നോക്കി എത്രയാണ്? 2941. ചെന്നൈ RRBയിൽ 6315 വരെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ചെന്നൈ RRBയുടെ കട്ട് ഓഫ് നോക്കിക്കഴിഞ്ഞാൽ അതും വളരെ കുറവാണ്. 49 മാർക്ക് മാത്രമാണ് ചെന്നൈ RRBയുടെ ടയർ 1ന്റെ കട്ട് ഓഫ് ഓപ്പൺ കാറ്റഗറിയിൽ വന്നിട്ടുള്ളത്. 34 മാർക്കാണ് SC കട്ട് ഓഫ്. ST കട്ട് ഓഫ് 25 മാർക്ക് മാത്രമാണ്. OBC കട്ട് ഓഫ് 39 മാർക്ക്. EWS കട്ട് ഓഫ് എന്ന് പറയുന്നത് 40 മാർക്കാണ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് OBC കട്ട് ഓഫ് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് തോന്നി. EWSന്റെ കട്ട് ഓഫ് 40 മാർക്ക് തന്നെയാണ് ട്രിവാൻഡ്രത്ത് വന്നിരിക്കുന്നത്. അത്ര തന്നെയാണ് ചെന്നൈയിലും വന്നിരിക്കുന്നത്. ചെന്നൈയും ട്രിവാൻഡ്രം മാത്രമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ സൈറ്റുകളിലും അതാത് RRBകളുടെ റിസൾട്ട് ലഭ്യമാണ്. നിങ്ങളുടെ 15 റോൾ നമ്പർ അടിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ അതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പുവരുത്താവുന്നതാണ്. ആൻഡ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഇനി വരാനിരിക്കുന്ന സെക്കൻഡ് ടയറിന്റെ എക്സാം എന്നാണെന്നുള്ളത് ഇവരുടെ എഴുതിയിട്ടുണ്ട്. 19/3/2025 20/3/2025 സെക്കൻഡ് ടയർ എക്സാം നടത്താനായിട്ട് പോകുന്നത്. അത് എവിടെയായിരിക്കും എന്നുള്ളതിന് സിറ്റി ഇന്റിമേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഏകദേശം 10 ദിവസം മുന്നേയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രയർ ടു എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ 19-ന് 10 ദിവസം മുന്നേ എന്ന് പറഞ്ഞാൽ 9/3-നോ 20-ന് 10 ദിവസം മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10/3-നോ മാർച്ച് 10-നോ മാർച്ച് 9-നോ ആയിട്ടാണ് ALPയുടെ ടയർ ടു എക്സാമിനേഷൻ എവിടെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയുള്ളൂ. ഇനി മറ്റൊരു കാര്യം എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ മാർക്ക് എത്രയാണ്, നിങ്ങളുടെ സ്കോർ എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ 27/2/2025 എന്ന് പറഞ്ഞാൽ നാളെ മുതൽ 3 മണി മുതൽ നിങ്ങളുടെ സൈറ്റുകളിൽ അതായത് RRBകളുടെ സൈറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും വെച്ചുകൊണ്ട് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് വിലയിരുത്താവുന്നതാണ്. ആൻഡ് സെക്കൻഡ് ടയറിന്റെ കാര്യങ്ങളൊക്കെ അവർ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. ലിസ്റ്റുകൾ നോക്കുക. നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. നിങ്ങളുടെ മുന്നിൽ ഇനി എത്ര ദിവസമുണ്ട്? കഷ്ടി 20-25 ദിവസം മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ. 20 ദിവസമാണ് നിങ്ങളുടെ മുന്നിൽ ഉള്ളത്. ആൻഡ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ജൂനിയർ എഞ്ചിനീയർ എക്സാമിന്റെ റിസൾട്ട് ഇന്ന് അല്ലെങ്കിൽ നാളെയായിട്ട് നമുക്ക് സൈറ്റിൽ ലഭ്യമാവുന്നതായിരിക്കും. കാരണം അതിന്റെയും ഡേറ്റ്, CBT2ന്റെ ഡേറ്റ് ഓൾറെഡി RRB മുന്നേ കൂട്ടി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതിന്റെ റിസൾട്ടും ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ, റിസൾട്ട് വന്നിട്ടേ പഠിച്ചു തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. കട്ട് ഓഫ് ഒക്കെ നോക്കുക. 49 മാർക്കാണ് ALPയുടെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ട്രിവാൻഡ്രത്ത് 49 മാർക്കാണ് ചെന്നൈയിൽ വന്നിട്ടുള്ളത്. ജൂനിയർ എഞ്ചിനീയറിന് കട്ട് ഓഫ് എത്രയായിരിക്കും എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് ആർക്കും പ്രൊഡിക്ട് ചെയ്യാനൊന്നും പറ്റില്ല. ഇനി കട്ട് ഓഫ് താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പഠിച്ചു തുടങ്ങിയില്ലല്ലോ സാറേ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കാനേ നിങ്ങൾക്ക് പറ്റുള്ളൂ. പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ പഠിച്ചു തുടങ്ങുക. കാരണം ALPയും JEE മാത്രമല്ല, അതിന് മുന്നേ അത് കഴിഞ്ഞിട്ട് എക്സാംസ് വേറെ വരുന്നുണ്ടല്ലോ. അപ്പോൾ എന്തിനാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? പഠിച്ചു തുടങ്ങാത്തവർ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. ഇത്രയാണ് ഇന്നത്തെ അപ്ഡേറ്റ് വീഡിയോയിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.